നാഡീജ്യോതിഷത്തിന് വളരെ പേരുകേട്ടതാണ് തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന വൈത്തീശ്വരൻ കോവിൽ. എല്ലാ മനുഷ്യരുടെയും ഭൂതകാലവും വർത്തമാനവും ഭാവി ജീവിതവും നമ്മുടെ ഋഷീശ്വരന്മാർ മുൻകൂട്ടി കാണുകയും അത് താളിയോലകളിൽ രേഖപ്പെടുത്തുകയും ചെയ്തു എന്ന വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ നാഡീജ്യോതിഷം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഞാൻ വൈത്തീശ്വരൻ കോവിൽ പോയപ്പോൾ നാഡീജ്യോതിഷം നോക്കി. എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഒന്ന് നാഡീജ്യോതിഷം നോക്കണമെന്ന്. അങ്ങനെയാണ് വൈത്തീശ്വരൻ കോവിലിൽ പോയി നോക്കിയത്. വൈത്തീശ്വരൻ കോവിലിൽ നാഡീപ്രവചനം നടത്തുന്ന ധാരാളം ആൾക്കാരുണ്ടെന്നുള്ളതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, അവർ വലിയൊരു ഫീസാണ് ചാർജ് ചെയ്യുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. ഫീസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയാം കേട്ടോ. അങ്ങനെ ഞാനൊരു നാഡീ റീഡറിൻ്റെ അടുത്തെത്തി. ആദ്യം തന്നെ അദ്ദേഹം എൻ്റെ വിരലടയാളം ചോദിച്ചു. അതിനോടൊപ്പം തന്നെ ഡേറ്റ് ഓഫ് ബർത്തും പറയാൻ പറഞ്ഞു. ചിലർ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കാറില്ല. നമ്മുടെ വിരലടയാളം വെച്ച് തന്നെ താളിയോലകൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യാറുള്ളത്. പുരുഷന്മാരുടെ വലത് തള്ളവിരലടയാളവും സ്ത്രീകളുടെ ഇടത് തള്ളവിരലടയാളവുമാണ് ഈ പ്രവചനത്തിന് എടുക്കുന്നത്. വിരലടയാളം കൊടുത്തത് വെച്ച് താളിയോലകളുടെ ഒരു കെട്ട് അല്ലെങ്കിൽ ഒരു ബണ്ടിൽ ഈ നാഡി റീഡർ എടുത്തുകൊണ്ട് വന്നു. ഓരോ കെട്ടിലും 50 മുതൽ 100 വരെ താളിയോലകൾ അടങ്ങിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ കെട്ടിൽ നിന്നും നമ്മുടെ ഓലകൾ ഉണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അതിന് ഈ നാഡി റീഡർ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതായത് കുറച്ച് എസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. ഉണ്ടെങ്കിൽ എസ്, ഇല്ലെങ്കിൽ നോ. ഈ ഒരു രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അദ്ദേഹം നമ്മളോട് ചോദിക്കും. ഫോർ എക്സാമ്പിൾ, അച്ഛൻ്റെ പേര് നാരായണൻ എന്നാണെങ്കിൽ നാ എന്ന അക്ഷരമാണോ ആദ്യം, അതുപോലെ അവസാനത്തെ അക്ഷരം ഇന്നാണോ, ഇങ്ങനെ ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് അദ്ദേഹം ചോദിച്ചു. അമ്മയുടെ പേര്, ഹസ്ബൻഡിൻ്റെ പേര്, മക്കളുടെ പേര്. അപ്പോൾ ഇതൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എസ് പറയാം. ഇല്ലെങ്കിൽ നാഡി റീഡർ ആണെങ്കിൽ അടുത്ത ഓല എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഇലകളിൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ ലൈഫുമായി മാച്ച് ആവുന്നു എന്ന് നോക്കണമല്ലോ. അതുകൊണ്ട് എനിക്ക് 1 മണിക്കൂറിലധികം എടുത്തു ഈ ഇല കണ്ടുപിടിക്കാൻ തന്നെ. അടുത്തത് അദ്ദേഹം ചോദിച്ചത് ഏത് കാണ്ഡമാണ് വായിക്കേണ്ടതെന്നാണ് ചോദിച്ചത്. അതായത് ഇവിടെ പല കാണ്ഡങ്ങളായിട്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് പല ചാപ്റ്റേഴ്സായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അപ്പം പൊതുകാണ്ഡമുണ്ട്, കുടുംബകാണ്ഡമുണ്ട്, കല്യാണകാണ്ഡം, ആയുർകാണ്ഡം, ശാന്തികാണ്ഡം, ഇങ്ങനെ പല പല കാണ്ഡങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ നാഡീജ്യോതിഷം നോക്കാൻ പോകുമ്പോൾ ഏത് കാണ്ഡം നോക്കണം എന്ന് നമ്മൾ അറിഞ്ഞിട്ട് പോകുന്നത് നല്ലതായിരിക്കും. എല്ലാ കാണ്ഡങ്ങളും നോക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരു കാണ്ഡത്തിന് തന്നെ 1000 അല്ലെങ്കിൽ 1500 രൂപ ചാർജ് ചെയ്യും. അപ്പോൾ എല്ലാ കാണ്ഡങ്ങളും കൂടെ നോക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു എമൗണ്ട് നമുക്ക് പേ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് പൊതുകാണ്ഡം നോക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജോലി, നമ്മുടെ പഠിത്തം, നമ്മുടെ ഹസ്ബൻഡിൻ്റെ ജോലി, അല്ലെങ്കിൽ കുട്ടികളുടെ പഠിത്തം, അതുപോലെ തന്നെ നമ്മുടെ മുജ്ജന്മങ്ങൾ, അത് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഈ പൊതുകാണ്ഡം വായിക്കുമ്പോൾ അറിയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എൻ്റേത് നാഡി റീഡർ വായിച്ചപ്പോൾ കറക്റ്റായിട്ട് എൻ്റെ ജോലി, എഡ്യൂക്കേഷൻ, അതുപോലെ മക്കളുടെ പഠിത്തം, ഹസ്ബൻഡിൻ്റെ ജോലി, അമ്മയുടെ അച്ഛൻ്റെയും പേര്, എൻ്റെ സഹോദരൻ്റെയും സഹോദരിയുടെയും പേര്, ഇതെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതം തോന്നി എന്നുള്ളതാണ്. എൻ്റെ കാര്യങ്ങളെല്ലാം ഈ ഓലയിൽ നിന്ന് വായിച്ചപ്പോൾ ഒരു അതിശയം തോന്നി എന്നുള്ളതാണ്. പിന്നെ എൻ്റെ മുജ്ജന്മങ്ങളെ പറ്റി പറഞ്ഞു, ഫ്യൂച്ചറിനെ പറ്റി പറഞ്ഞു, മക്കളുടെ ഫ്യൂച്ചറിനെ പറ്റി പറഞ്ഞു. പിന്നെ അതെല്ലാം നമുക്ക് കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ പൊതുകാണ്ഡം നോക്കുകയാണെങ്കിൽ ഏകദേശം എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ പല കാണ്ഡങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുവാണെന്നുള്ളത്. കർമ്മകാണ്ഡം എന്നൊരു കാണ്ഡമുണ്ട്. അത് നോക്കുകയാണെങ്കിൽ നമ്മുടെ തൊഴിലെ ഉയർച്ച, താഴ്ച, ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റും. കല്യാണത്തിൻ്റെ കാര്യം നോക്കാനാണെങ്കിൽ കല്യാണകാണ്ഡമുണ്ട്. അത് നോക്കുന്നത് നല്ലതാണ്. അതുപോലെ നമ്മുടെ കഴിഞ്ഞ ജന്മ പാപങ്ങൾ, അതിനുള്ള പരിഹാരങ്ങൾ, ഇതെല്ലാം ശാന്തികാണ്ഡം നോക്കിയാൽ മതി. ആയുസ്, അപകടങ്ങൾ, ഇതൊക്കെ ആയുർകാണ്ഡം നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങളും അദ്ദേഹം പറയും എന്നുള്ളതാണ്. പിന്നെ നാഡി റീഡർ വായിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് റെക്കോർഡ് ചെയ്തു തരും. അതുപോലെ തന്നെ നാഡീജ്യോതിഷം നോക്കാൻ നമ്മൾ വൈത്തീശ്വരൻ കോവിലിൽ തന്നെ പോകണമെന്നില്ല കേട്ടോ. നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. ട്രിവാൻഡ്രത്ത്, ചെങ്ങന്നൂർ, അരൂർ, ആലപ്പുഴ, മാഹി, പിന്നെ മറ്റ് പല സ്ഥലങ്ങളിലുണ്ടെന്നുള്ളതാണ്. ഓൺലൈൻ നാഡീജ്യോതിഷവും അവൈലബിൾ ആണ്. നാഡി ആസ്ട്രോളജി സത്യമാണെന്നും സത്യമല്ലെന്നും പറയുന്നവരുണ്ട്. എൻ്റെ അനുഭവത്തിൽ ഒരു വ്യക്തിയുടെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്നിവ ഒരു തമ്പ് ഇംപ്രഷൻ മാത്രം ഉപയോഗിച്ച് താളിയോലകളിൽ നിന്നും കണ്ടെടുക്കുന്ന ഈ അത്ഭുതം ഒരു നിഗൂഢതയായി അവശേഷിക്കുന്നു എന്നുള്ളതാണ്.